ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ചെമ്മീനിൽ തയ്യാറാക്കിയ രുചികരമായ ഒരു സ്പെഷ്യൽ വിഭവമാണ് തട്ടുകട പ്രോൺ. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിവിടെ 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. തട്ടുകട പ്രോൺസിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 സ്പൂൺ, കോൺഫ്ലോർ 1 സ്പൂൺ, കടലമാവ് 1 സ്പൂൺ, സവാള അരിഞ്ഞത് 1 ക്യാബേജ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 250 ഗ്രാം, ക്യാരറ്റ് ആവശ്യത്തിന്, ക്യാപ്സിക്കം 4 പീസ്, തക്കാളി അരിഞ്ഞത് 3 പീസ്, ടൊമാറ്റോ സോസ് 4 സ്പൂൺ, സോയാ സോസ് 1 സ്പൂൺ, മല്ലിപ്പൊടി 1/4 സ്പൂൺ, മസാലക്കൂട്ട് ആവശ്യത്തിന്, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 സ്പൂൺ, വറ്റൽമുളക് 3, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് ചതച്ചത് 1/4 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം 300 ഗ്രാം ചെമ്മീനിൽ 1 സ്പൂൺ മൈദ, 1 സ്പൂൺ കോൺഫ്ലോർ, 1 സ്പൂൺ കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ചെമ്മീനിൽ നന്നായി പുരട്ടുക. അതിനുശേഷം അടുപ്പിലൊരു ഉരുളി വെച്ച് അത് ചൂടാകുമ്പോൾ 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഫ്രൈ ആയി ഒരു റെഡിഷ് കളർ ആകുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ 1 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 സവാള അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റുക. സവാള വഴന്നു വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് കൂടെ ഇട്ട് വീണ്ടും വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മല്ലിപ്പൊടി, 4 പീസ് ക്യാപ്സിക്കം അരിഞ്ഞതും, ആവശ്യത്തിന് ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ് എന്നിവ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞതും, 1/4 സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിനുശേഷം 3 പീസ് തക്കാളി അരിഞ്ഞതും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ക്യാബേജ്, 2 സ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് മസാലക്കൂട്ടും കൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇതോടെ നമ്മുടെ തട്ടുകട പ്രോൺസ് റെഡി. ഈ വിഭവത്തിൽ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് വെറൈറ്റി ആണെങ്കിൽ കൂടെ ഇത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഇത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടും. ഈ ഡിഷ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.